പഠനം പഠനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായ ഒരു കഴിവാണ്. അതായത് പഠനത്തിനകത്ത് നടക്കുന്ന ഏറ്റവും അഭിവാജ്യമായ ഘടകം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കലാണ്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ആകുക എന്നാണ്. മനസ്സിനുള്ളിൽ ആകുന്നില്ലെങ്കിൽ നീ ആ പഠിച്ചത് മുഴുവൻ വെറുതെ. അപ്പം കാര്യങ്ങളെ എന്നും പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് പഠിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് എപ്പോഴും ബെറ്റർ. കാരണം പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിലും എളുപ്പം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. വേറൊരാൾക്ക് മനസ്സിലാകുന്ന പരുവത്തിൽ നിന്റെ ഉള്ളിൽ ആ അറിവുണ്ടോ എങ്കിലത് മനസ്സിലുണ്ട്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, പൊട്ടാസ്യം എന്താ? അപ്പോൾ പൊട്ടാസ്യം എന്താന്ന് ഞാൻ പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ഈസ് എ മിനറൽ വിച്ച് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അവർ എക്സിസ്റ്റൻസ് എന്ന് ഞാൻ പറയും. പക്ഷെ പൊട്ടാസ്യം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങും, പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു മിനറലാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഈ മിനറൽ എന്ന് പറഞ്ഞാൽ എന്താ? കാരണം എനിക്കത് അറിയത്തില്ല. ഞാൻ മിനറൽ എന്ന് എവിടെയോ കണ്ടു, ഞാനത് പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തെ മിനറൽ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ ഹെൽത്ത്. എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഹെൽത്തിന് പ്രധാനപ്പെട്ടതാകുന്നത്? ഞാൻ പഠിച്ചതിൽ നിന്ന് വ്യത്യാസമാകുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഞാൻ ഇതെല്ലാം മനസ്സിലാക്കണം, എന്നിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഏറ്റവും സിമ്പിളായിട്ട് ഒറ്റ സെൻറ്റൻസിൽ ഒരു കാര്യം നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നീ പഠിച്ച ഒരു കാര്യം നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നീ അത് പഠിച്ചിട്ടില്ല, നിൻ്റെ മനസ്സിലതില്ല. വേറൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അയാളുടെ അറിവിൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കാര്യം അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നോളജ് നമ്മുടെ കയ്യിലില്ല. നമ്മളെ ആരൊക്കെയോ അടിച്ചു വെച്ചേക്കുന്ന എന്തൊക്കെയോ 2-3 ഡെഫിനിഷൻ പഠിച്ചിട്ട് ചെല്ലുക, ഒന്നും നടക്കാൻ പോണില്ല. കാരണം അതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഡെഫിനിഷനും പഠിച്ച് നമ്മൾ ചെല്ലുക, ആദ്യത്തെ അസ്ത്രത്തിന് തന്നെ താഴെ വീഴും. കാരണം മിനറൽ എന്താണെന്ന് അറിയത്തില്ല. മനസ്സിലായി? അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ, ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, അതായത് നമ്മുടെ മനസ്സിൽ ആ അറിവ് ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരാളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം പഠനം എന്നതിൻ്റെ ഫണ്ടമെൻ്റലായ കാര്യം, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ അറിവ് നമ്മുടെ ഉള്ളിലില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ച് നോക്കിക്കേ, ഏതെങ്കിലും ഒരു പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കിക്കേ, നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന്? പറ്റത്തില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതിൻ്റെ നാനാ വശങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അത് നമ്മുടെ മനസ്സിലില്ല. നമ്മൾ കുറേ ഡെഫിനിഷനുകൾ മാത്രമാണ് പഠിച്ചത്. അതൊരു സമയം കഴിയുമ്പം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. കാരണം മനസ്സ് അറിഞ്ഞിട്ടില്ല. മനസ്സറിഞ്ഞാൽ മാത്രമേ അതിൽ ഇമാജിനേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ ഹാർട്ടിനെ കുറിച്ച് പറയുക. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് പറയുമ്പം റൈറ്റ് ആർട്ടറി എന്നും റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും. എന്നാൽ കാണാതെ പഠിച്ച് വെച്ച ആളുകളെ സംബന്ധിച്ച് അത് 2-3 വേർഡുകൾ മാത്രമാണ്. അയാൾക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ മനസ്സിലിരിക്കുന്ന പിക്ചർ ആ സെൻറ്റൻസാണ്. ആ സെൻറ്റൻസിൽ നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ നെറ്റ്വർക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രെയിന് എന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ബ്രെയിൻ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് കണക്റ്റിംഗ് മെമ്മറിയാണ് നമ്മളത്. അതായത് ഓൾറെഡി ഉള്ള കാര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ
ആ കാര്യത്തിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുക കാര്യങ്ങൾ. അപ്പം ഹാർട്ടിനെ കുറിച്ച് നമുക്കുള്ളിൽ ഒരു രൂപം ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ടിൻ്റെ ഒരു ഡിസീസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം എന്നാ, ഹാർട്ടിൻ്റെ ആ പിക്ചർ മനസ്സിലുണ്ടാവുകയും അതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ നാനാ വശങ്ങളിലൂടെ നമ്മൾ പോകും. ഇപ്പോൾ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഹാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒരു 10-12 ഡെഫിനിഷനോ സെൻറ്റൻസുകളോ പഠിച്ചാൽ അത് ഉള്ളിലിരിക്കുമോ? അതാണ് പഠനം എന്ന് പറയുന്നത്. മനസ്സിലാക്കലാണ്. മനസ്സിലാക്കുന്ന മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ബ്രെയിനിൻ്റെ വർക്കാണ്. ബ്രെയിൻ അത് മനസ്സിലാക്കുന്ന കണക്റ്റിംഗ് മെമ്മറിയിലൂടെയാണ്. ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് വിപുലമാവുക ചെയ്യുന്നത്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ അറിയുകയും ചെയ്യും തോറും അത് വലുതായി മാറുക ചെയ്യുന്നത്. ഈ 2 സ്കില്ലും യൂസ് ചെയ്യാതെ, അതായത് മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മുടെ അറിവ് ഉയർത്താതെ, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഒപ്പം അത് കണക്റ്റിംഗ് മെമ്മറിയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഈ 2 ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.